അവരോട് പറഞ്ഞ കാര്യം എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതാണ് ഇത് പേയ്മെന്റ് പോയിട്ടുള്ളത്, എനിക്ക് ക്യാഷ് തരാൻ പറ്റൂല, ഞാൻ ക്യാഷ് അടിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മാഡം ക്യാഷ് അടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം അത് ടെമ്പററി നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിലേക്ക് തന്നെ ആ എമൗണ്ട് ടെമ്പററി ആയിട്ട് ക്രെഡിറ്റ് ആവും. മാഡം ഓൾറെഡി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫർദർ ആക്ഷൻ അവർ തന്നെ അതെന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കും പോലും. 7 വർക്കിംഗ് ഡേയ്സ് ആണ്, 45 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ അവർ തന്നിട്ടുള്ളത് കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് ഇതാവാനും വേണ്ടിയിട്ട്. അവർ 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് എന്നോടൊന്ന് അങ്ങോട്ടേക്ക് വിളിക്കുക, അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ ബാങ്കുകാർ പറഞ്ഞത് അങ്ങോട്ടേക്ക് വിളിക്കാനാണ്, പക്ഷെ എന്നോട് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്കുകാർ പറഞ്ഞാൽ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വേണ്ടിയില്ല, 7 വർക്കിംഗ് ഡേയ്സ് ആയിട്ടുണ്ടെങ്കിലും ഞാൻ എന്തായാലും അങ്ങോട്ട് കോൾ ചെയ്യും. അവരെ കോൾ വന്നിട്ട് ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട വിചാരിച്ച് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വിളിക്കും. പിന്നെ 45 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ എവിടെ നിന്നാണ് ബ്രദർ ഇന്റർനാഷണൽ, എൻ്റെ പോയത് ബ്രദർ ഇന്റർനാഷണൽ എന്നാണ് കാണിക്കുന്നത്. 74,560.83 പൈസ ആണ് എൻ്റെ പോയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കും പഠിച്ചോ എനിക്ക്. എന്നിട്ട് ഞാൻ ചിന്തിക്കുക എങ്ങനെയാണ് പോയത് ഒരു പിടുത്തം കിട്ടാതെ നമ്മളെ കയ്യിൽ കാർഡ് കിടക്കുക, ഒരു ലിങ്കോ ഒരു OTP ഒരു കുന്തോ ഒന്നുമില്ലാതെ നമ്മളെ ക്രെഡിറ്റ് കാർഡൊന്നും ഒന്നുമില്ലാതെ പൈസ പോയി. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ കാർഡ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. എന്ത് ഹാക്ക് ചെയ്താലും ഇങ്ങനെയൊക്കെ പേയ്മെന്റ് നടത്താൻ പറ്റുമോ? ഒരു OTP അടിച്ചു കൊടുക്കാതെ കാർഡില്ലാതെ ഒരു ഇതും ഇല്ലാതെ പേയ്മെന്റ് പോവോ? അതെങ്ങനെ? നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറയണ വറീഡ് ആവണ്ട, ആ ഒരു ക്യാഷ് പോയിന് ടെൻഷൻ അടിക്കേണ്ട, നോർമലി ആ ക്യാഷ് ടെമ്പററി നമ്മളെ അക്കൗണ്ടിൽ കയറും. അവർ ഈ 45 ഡേയ്സ് കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ക്യാഷ് അടിക്കേണ്ടി നമ്മൾ സ്പോട്ടിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തതിനെ കൊണ്ടും കസ്റ്റമർ കെയറിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിനും ക്രൈം സൈബർ 1930 ഈ നമ്പറിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിലും നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിനെ കൊണ്ട് നമുക്ക് നോർമലി പേയ്മെൻറ്റ് അടിക്കേണ്ടി വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അടിക്കേണ്ടി വന്നാലും ഞാൻ അടിക്കൂല, അതിലെന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അടിക്കൂല. കാരണം നമ്മളടുത്തുനിന്ന് പറ്റിയ തെറ്റല്ല, നമ്മളൊന്നും അറിയാതെ അത്രയും ഒരു സെക്യൂരിറ്റി ഇല്ലാതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് പറയാനാണ് ഞാൻ വന്നത്. പാർട്ട് 3 വരെ എത്തിയിട്ടുണ്ട്. അപ്പം ബൈ ഫ്രണ്ട്സ്. പൊന്നൂസ് ഇതാ ഇവിടെ ഇതാക്കുന്നുണ്ട്, എന്താ ആളിതാ. അപ്പോൾ ബൈ പറഞ്ഞാണ്. ബൈ ബൈ ടാറ്റാ.